വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10, 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ധനികനും ദൈവരാജ്യവും. യേശു വഴിയിലേക്കിറങ്ങിയപ്പോൾ ഒരുവൻ ഓടിവന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? യേശു വഴിയിലേക്കിറങ്ങിയപ്പോൾ ഒരുവൻ ഓടിവന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാവും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ധാർമ്മികതയിലൂന്നിയുള്ള ആത്മീയത. ധനികനും സൽസ്വഭാവിയുമായ ഒരു യുവാവ് യേശുവിനെ സമീപിച്ച് വലിയ ആദരവോടും ബഹുമാനത്തോടും കൂടെ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് തന്റെ സംശയം നിവാരണം വരുത്തുന്നതിന് ശ്രമിക്കുകയാണ്. സാന്ദർഭികമായിട്ട് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത ഞാൻ സൂചിപ്പിക്കുകയാണെങ്കിൽ, യേശു ജീവിച്ചിരുന്ന കാലത്ത് ഒരു മനുഷ്യൻ പോലും യേശുവിനോട് പണം ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. യേശുവിനെ സമീപിച്ച് ചോദിക്കുന്നത്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം, പിതാവിലേക്കുള്ള വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരണം, എനിക്ക് കാഴ്ച ലഭിക്കണം, നടക്കാനുള്ള പ്രാപ്തി ഉണ്ടാകണം, രോഗത്തിൽ നിന്ന് ശാന്തി ലഭിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങള് അപേക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് സമൂഹത്തിന്റെ മനസാക്ഷിയിൽ യേശുവാകുന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരു പ്രതിച്ഛായ എന്തായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ മനസാക്ഷിക്ക് ഉണ്ടായിരുന്ന യേശുവിനെ സംബന്ധിച്ചുള്ള പ്രതിച്ഛായ ആത്മീയ ദർശനം ലഭിച്ചിട്ടുള്ള ഒരു ആചാര്യന് എന്ന രീതിയിലുള്ള ഒരു വ്യക്തി എന്ന രീതിയിലായിരിക്കണം യേശുവിനെ സമൂഹം നോക്കിക്കാണാൻ ഇടവന്നുകാണ്. അതുകൊണ്ടായിരിക്കാം യേശുവിനെ സമീപിച്ച് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ തരത്തിലുള്ളതാണ്. ഇത്രയും ഞാൻ സാന്ദർഭികമായിട്ട് ആ ചിന്ത പങ്കുവെച്ചു എന്ന് മാത്രം. ഇന്നത്തെ യുവാവിന്റെ ചോദ്യത്തിന് ഉത്തരം എന്ന രീതിയിൽ യേശു 3 സ്റ്റേജുകളായിട്ടാണ് തന്റെ ദർശനം പങ്കുവെക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ നിത്യം ജീവിക്കുന്ന ദൈവത്തെ വിശ്വസിക്കാൻ സാധിക്കണം. രണ്ടാമത്തെ സ്റ്റേജില് യേശു നിർദ്ദേശിക്കുന്നു പൂർണ്ണ അർത്ഥത്തിൽ ഒരു ധാർമ്മിക മനുഷ്യനായിത്തീരണം. മൂന്നാമത്തെ സ്റ്റേജിലാണ് ആത്മീയ തലത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുക. ഇവിടെ ആരോഹണ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഈ 3 സ്റ്റേജുകളും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണാം. എന്നാൽ അവരോഹണ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഈ ബന്ധം അത്ര കണ്ട് പൂർണ്ണതയിൽ കാണണമെന്നില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് വരുന്നു. ധാർമ്മികമായിട്ടുള്ള നല്ല അടിത്തറയില്ലാത്ത ഒരു വ്യക്തി ആത്മീയ തലത്തിലേക്കുള്ള പ്രവേശനത്തിന് ഒരുങ്ങുകയാണെങ്കിൽ അത് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ യുവാവിനെ പോലെ നിരാശയിലേക്കും വിനാശത്തിലേക്കും അത് കൂപ്പുകുത്താനേ ഇടവരുള്ളൂ എന്ന സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല.